വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 153A, 295A എന്നീ വകുപ്പുകൾ പ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണിവ. സുപ്രീം കോടതി തന്നെ 2 തവണ വ്യക്തമാക്കിയത് ഇങ്ങനെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ പോലീസിന് സ്വമേധയാ കേസെടുക്കാം എന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ആന്റി ഹേറ്റ് സ്പീച്ച് ബിൽ 2025 കർണാടക നിയമസഭയിൽ പാസാക്കുന്നത് വളരെ ശ്രദ്ധേയമാവുന്നത്. ഈ നിയമത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ 7 വർഷം വരെ കഠിന തടവും, വീണ്ടും ഇതേ കുറ്റകൃത്യം തുടരുകയാണെങ്കിൽ 10 വർഷം വരെ കഠിന തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളായിട്ടാണ് പുതിയ ബില്ലിൽ കർണാടക സർക്കാർ അവതരിപ്പിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നിയമം കർണാടക നിയമസഭയിൽ പാസാക്കുന്ന സമയത്ത് ഇതിനെതിരെ കർണാടക പ്രതിപക്ഷ നേതാവ് ഈ ബില്ല് കർണാടക നിയമസഭയിൽ വലിച്ചു കീറി എറിഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ആർക്കാണ് ആന്റി ഹേറ്റ് സ്പീച്ച് ബില്ല് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. അവർ തന്നെയാണ് ഈ ബില്ലുകൾ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം ഈ അടുത്ത് പറഞ്ഞത് ലോകത്തിൽ തന്നെ വംശീയ സ്വഭാവമുള്ള ഏറ്റവും കൂടുതൽ തെറ്റായ ഇൻഫർമേഷനുകൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന രാജ്യം ഇന്ത്യയാണെന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1) ഏതൊരു വ്യക്തിക്കും സംസാരിക്കാനും അയാളുടെ അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നൽകുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്കെതിരെ ജാതി, മത, ലിംഗ പരാമർശങ്ങൾ നടത്തുവാനുള്ള അവകാശമല്ല. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ, അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന നമ്മുടെ നാട്ടിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയം മുൻനിർത്തി ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാകവി കുമാരനാശന്റെയും നേതൃത്വത്തിൽ തുടക്കമിട്ട ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP എന്ന മനുഷ്യർക്ക് വേണ്ടി എന്ന പ്രസ്ഥാനം മതമേത് എന്ന് നോക്കി മനുഷ്യനെ വേർതിരിക്കാനല്ല ഗുരു പഠിപ്പിച്ചത്. പക്ഷേ ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ മതം നോക്കി മനുഷ്യനെ വേർതിരിക്കുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന വിചിത്ര സാഹചര്യങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സമുദായത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉന്നയിക്കുന്നത് ഒരു കാരണവശാലും വർഗീയതയാവില്ല. പക്ഷേ അതിന് മറ്റൊരു സമുദായത്തെ നിരന്തരമായി ആക്ഷേപിക്കുകയും അവർ കാരണമാണ് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം ഇല്ലാതാവുന്നത് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മാൻഹോളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുമ്പോൾ അപകടത്തിൽ മരിച്ച നൌഷാദിനെയും മാധ്യമപ്രവർത്തകൻ റഹീസിനെയും മതം നോക്കി അസഭ്യം പറയുന്നത് അത്ര നല്ല ശീലമല്ല. മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മേധാവിത്വമാണ് നടക്കുന്നത് എന്ന് ആക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി മറന്നുപോകരുത്, മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള കേരളത്തിലെ ജില്ല, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. ഈ ജില്ലയെക്കുറിച്ചാണ് വെള്ളാപ്പള്ളി ഇത് പറയുന്നത് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഇതിനു മറുപടിയായി ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ ജനങ്ങൾ വെള്ളാപ്പള്ളിയോടും അയാളെ താങ്ങി നടക്കുന്നവരോടും ശ്രദ്ധേയമായ പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുസ്ലിം സമൂഹത്തിനെതിരെ നിരന്തരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അയച്ചുവിടുകയും വിവാദമാവുമ്പോൾ അത് മലപ്പുറത്തെ ഉദ്ദേശിച്ചാണെന്നും അത് വീണ്ടും വിവാദമാവുമ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ചാണെന്നും അത് വീണ്ടും വിവാദമാവുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണെന്നും ഒക്കെ മാറ്റി മാറ്റി പറയുന്നവർ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതെല്ലാം കാണുന്ന ജനങ്ങൾക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് മറന്നുപോകരുത്. വെള്ളാപ്പള്ളിയെ മാലയിട്ട് സ്വീകരിക്കുന്നവരും കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നവരും നവോത്ഥാന നായകരാക്കാൻ ശ്രമിക്കുന്നവരുമെല്ലാം ഈ കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും.